ഹായ് സ്റ്റുഡൻസ്, അടുത്ത ടോപ്പിക്ക് നമുക്ക് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്ക് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിൽ എങ്ങനെയാണ് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. എവരി കമ്പനി മസ്റ്റ് കീപ്പ് മിനിറ്റ്സ് ഓഫ് ദി പ്രൊസീഡിംഗ് ഓഫ് ജനറൽ മീറ്റിംഗ് ആൻഡ് മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഡയറക്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് കമ്മിറ്റീസ്. അപ്പോൾ എവരി കമ്പനി എന്ത് ചെയ്യണം, അവർ ജനറൽ മീറ്റിംഗ് അല്ലെങ്കിൽ മീറ്റിങ്സ് കൂടുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കമ്മിറ്റിയുടെയൊക്കെ മീറ്റിംഗ് കൂടുമ്പോൾ അവിടെ മിനിറ്റ്സ് ഉണ്ടാക്കണം. മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് കൂടിയത്, എപ്പോഴാണ് കൂടിയത്, എന്തായിരുന്നു സംഭവം, അതിനെക്കുറിച്ചിട്ടുള്ളതും അവരുടെ സൈനൊക്കെ വേണം അതിൽ കൂടിയ ആൾക്കാരുടെ. അതിലെന്തൊക്കെ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേജസ് ഓഫ് മിനിറ്റ് ഷുഡ് ബി ഹാവ് നമ്പർ ആൻഡ് മിനിറ്റ്സ് ഷുഡ് റെക്കോർഡ് വിത്തിൻ 30 days ഓഫ് ദി മീറ്റിംഗ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ള എന്ത് ചെയ്യണം, തയ്യാറാക്കണം. പോസ്റ്റിംഗ് ഓർ അറ്റാച്ചിങ് പേപ്പേഴ്സ് ടു മീറ്റ് ബുക്സ് ആർ നോട്ട് അലൗഡ്. അഥവാ അതിൽ പേപ്പറൊന്നും അറ്റാച്ച് ചെയ്യാനൊന്നും പാടില്ല, വേറെ എക്സ്ട്രാ ആയിട്ട് അതിൽ എഴുതി ഉണ്ടാക്കുന്നത് മാത്രമേ പാടുള്ളൂ. മീൻസ് ബുക്ക് ഷുഡ് കെപ്റ്റ് ഇൻ ദ രജിസ്റ്റർ ഓഫീസ് ഓഫ് ദി കമ്പനിയിലെ രജിസ്റ്റേർഡ് ഓഫീസിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് കെപ്റ്റ് ചെയ്യേണ്ടത്. ആക്സസ് ടു മീറ്റ് ബുക്ക് ഷുഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ഫോർ ദ മെമ്പേഴ്സ് ഡ്യൂറിങ് ദി ബിസിനസ് അവേഴ്സ് അറ്റ് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി. ഏത് സമയത്തും എന്ത് ചെയ്യണം, മിനിറ്റ്സ് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള അതിലുള്ള ഒരു സംഗതി. ഇനി നമ്മൾ സെക്രട്ടറി, നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു പേഴ്സണാണ് സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ സെക്രട്ടറിയുടെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്? സെക്രട്ടറിക്ക് ബിഫോർ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പും ഉണ്ട് ഡ്യൂട്ടി, മീറ്റിങ്ങിൽ സമയത്തും ഉണ്ട് ഡ്യൂട്ടി, ആഫ്റ്റർ ദ മീറ്റിംഗ് സമയത്തും ഉണ്ട് ഡ്യൂട്ടി. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ബിഫോർ ദ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ദർ ആർ നമ്പർ ഓഫ് തിങ്സ് ദാറ്റ് ദി സെക്രട്ടറി നീഡ് ടു നോ ബിഫോർ മീറ്റിംഗ്. കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട് ബിഫോർ മീറ്റിംഗും പറയാനുണ്ട്. മോസ്റ്റ് ഓഫ് വിച്ച് ക്യാൻ ഈസിലി ബി ഫൗണ്ട് ഔട്ട് ആസ്കിങ് ദ പേഴ്സൺ ഡ്യൂ ടു ചെയർ ദ മീറ്റിംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻസ് ആർ. അപ്പോൾ നമ്മൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അതിൽ എന്താണെന്ന് വെച്ചാൽ ഈസിലി ഫൗണ്ട് ഔട്ട് ആസ്കിങ് പേഴ്സൺ ഡ്യൂ ടു ചെയർ ദ മീറ്റിംഗ് ചെയറിൽ ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ കാര്യം. നിങ്ങളിത് ബുക്സ് ഒന്ന് വായിച്ച് നോക്കണം. ഞാനിതിൻ്റെ നോട്ടഡ് പോയിൻറ്റ്സുകൾ മാത്രമേ പറയുന്നുള്ളൂ, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓൺലി. നിങ്ങളിതിൻ്റെ എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ഇതുള്ളത് ബുക്സ് വെച്ച് വായിച്ച് നോക്കണം. ഹൂ ഈസ് എക്സ്പെക്റ്റഡ് ടു മേക്ക് ദ അറേഞ്ച്മെൻറ്റ് ഫോർ ദ മീറ്റിംഗ്. എന്ത് ചെയ്യണം, അറേഞ്ച്മെൻറ്റ്സുകൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ അറേഞ്ച്മെൻറ്റ്സുകളും അവിടെ വെന്യൂ അറേഞ്ച്മെൻറ്റ്സ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, സെക്രട്ടറി കൊടുക്കണം. ഹൂ ഈസ് റെസ്പോൺസിബിൾ അജണ്ട പ്രിപ്പയർ ചെയ്യണം. ഈച്ച് ചെയർ വിൽ ഹാവ് ദെയർ ഓൺ പ്രിഫറൻസ് ബട്ട് ദീസ് ആൾസോ യൂഷ്വലി സെക്രട്ടറിയൽ റെസ്പോണ്ട്. ഓരോ ചെയറിനും നമ്മുടെ മീറ്റിങ്ങിൽ ഓരോ ഇമ്പോർട്ടൻറ്റ് ചെയറിനും ഓരോ ഡ്യൂട്ടീസുകൾ ഉണ്ടാകും. പക്ഷേ സെക്രട്ടറി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ ചെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നാൽ അജണ്ട പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സെക്രട്ടറി ആസ് എ റോൾ ഇൻ മേക്കിംഗ് ഷുവർ ദാറ്റ് ദ അജണ്ട ഈസ് നോട്ട് ഓവർലോഡ് വിച്ച് മേ ഇൻക്ലൂഡ് ഡിസ്കസിങ് വിത്ത് ചെയർ ആൻഡ് അതേഴ്സ് വാട്ട് കുഡ് ബി പോസ്റ്റ്പോൺ ടു ലേറ്റർ മീറ്റിംഗ് ആൻഡ് വാട്ട് കുഡ് ബി കവേർഡ് ഇൻ എ റിട്ടൺ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട് വേണമെന്നുള്ളതാണ് പറയുന്നത്. വാട്ട് ടൈപ്സ് ഓഫ് നോട്ട്സ് ഓർ മിനിറ്റ്സ് ആർ റെക്കോർഡ് ഡു ദേ നീഡ് ടു ബി ഫോമൽ മിനിറ്റ്സ് ദാറ്റ് സെറ്റ് ഔട്ട് ചെയ്യണം. ബ്രീഫ് നോട്ട്സ് റെക്കോർഡ്സൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഹൗ ക്വിക്ക്ലി ഡു നോട്ട്സ് ഓർ മിനിറ്റ്സ് നീഡ് ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സർക്കുലേറ്റ് ആഫ്റ്റർ ദി മീറ്റിംഗ്. എത്രയും പെട്ടെന്ന് അതെന്ത് ചെയ്യണം, സർക്കുലേറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ സം ചെയേഴ്സ് ലൈക്ക് അപ്രൂവ് മിനിറ്റ്സ് ബിഫോർ ദേ സെൻഡ് ഫർദർ വൈൽ അതേഴ്സ് പ്രിഫർ ദം ടു ബി സർക്കുലേറ്റഡ് ടു സെവറലി കീ അറ്റൻഡ് ടു ദി സെയിം ടൈം. അപ്പോൾ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എല്ലാ അറേഞ്ച്മെൻറ്റ്സുകളും ചെയ്യണം, അജണ്ട പ്രിപ്പയർ ചെയ്യണം. പിന്നെ സെക്രട്ടറിയുടെ റോള് എന്ന് പറഞ്ഞാൽ അജണ്ടയിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, നോട്ട്സോ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യണം, പിന്നെ ക്വിക്കിലി എല്ലാ കാര്യങ്ങളും സർക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. മീറ്റിംഗ് സമയത്ത് എന്തൊക്കെയാണ് അയാളുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡ്യൂട്ടി? ടു അറ്റൻഡ് ദ മീറ്റിംഗ്, അത് തന്നെയാണ് ആദ്യത്തെ, അറ്റൻഡ് ചെയ്യുക മീറ്റിംഗ്. ആൻഡ് അസിസ്റ്റ് ദ ചെയർമാൻ, അതിൽ കണ്ടക്ട് ചെയ്യുക, ചെയർമാനെ അസിസ്റ്റൻ്റ് ചെയ്യുക. ടു സെക്യൂർ സിഗ്നേച്ചർ ഓഫ് ദി ഡയറക്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റൻഡേഴ്സ് രജിസ്റ്റർ, എന്ത് ചെയ്യുക, സിഗ്നേച്ചർ ചെയ്യുക ഡയറക്ടറിൻ്റെ പ്രസൻസിൽ അറ്റൻഡേഴ്സ് രജിസ്റ്ററിൽ. അതേപോലെ തന്നെ കോറം തികച്ചോ, ആൾക്കാർ തികഞ്ഞു എന്നുള്ളത് ഇൻഫോം ചെയ്യുക ചെയർമാൻ്റെ അടുത്ത്. മീറ്റിംഗ് നോട്ടീസ് റീഡ് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ റീഡ് ചെയ്താൽ മതി. ഡിസിഷൻ എടുക്കുക, മീറ്റിങ്ങിൻ്റെ എടുത്ത ഡിസിഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ആഫ്റ്റർ ദി മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നൗ ദ വർക്ക് റിയലി സ്റ്റാർട്ട്സ്.
ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക് എന്താണെന്ന്. ആഫ്റ്റർ ദ മീറ്റിങ്ങിന് ശേഷമാണ് ഇറ്റ് ബെസ്റ്റ് ടു സ്റ്റാർട്ട് റൈറ്റിംഗ് മിനിറ്റ്സ്. നമ്മൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് എന്താണ് മീറ്റിങ്ങിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് എത്രയും ആസ് സൂൺ ആസ് പോസിബിൾ എന്ത് ചെയ്യുക, അത് ചെയ്യുക. However transparent your notes seem to be meeting, then won't be nearly as a clear 24 hours later, and if you leave them of 2 weeks you will wonder whether it was actually you the meeting. അപ്പോൾ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യലാണ് ഏറ്റവും വലിയ ഒരു വലിയൊരു കടമ്പ എന്നൊക്കെ പറയില്ല, അതുപോലെയുള്ളൊരു ഇത്. അപ്പോൾ അത് ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്യുക. Minutes should follow the order of the agenda. Even if someone revisited a particular topic later on the meeting, you should include the discussion under the original agenda item. Make sure that include the all key points made the discussion. നമ്മൾ എന്തൊക്കെയാണ് മീറ്റിങ്ങിൽ ഡിസിഷൻ എടുത്തത് അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിൽ ഈവൻ കീ പോയിൻറ്റ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് മിനിറ്റ്സിൽ ഉണ്ടാക്കി സെറ്റ് ചെയ്തോളം എന്നുള്ളതാണ് പറയുന്നത്. മിനിറ്റ്സ് ആർ ഓൾവേസ് ആൾസോ റിട്ടൺ ദ പാസ്റ്റ് ടെൻസ്. എപ്പോഴും മിനിറ്റ്സ് എഴുതേണ്ടത് നമ്മൾ പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയ കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, മിനിറ്റ്സ് എഴുതുമ്പോൾ പാസ്റ്റ് ടെൻസിൽ എഴുതണം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ നമ്മൾ ഇതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നെയിം ടൈറ്റിൽ പ്ലസ് സർനെയിം അങ്ങനെ കൊടുക്കണം. ഇനീഷ്യൽ ടു റെഫർ ദോ സ്പീക്കിംഗ്, ഇനീഷ്യൽസ് കൊടുക്കാം. ചെക്ക് വിത്ത് ദ ചെയർ ഓർ ലുക്ക് പാസ്റ്റ് മീൻസ് ടു സീ വാട്ട് ബീൻ ഡൺ ബിഫോർ ആൻഡ് യൂസ് ദ സം അപ്രോച്ചസ് കൺസിസ്റ്റൻ്റ്ലി. നമ്മൾ മുമ്പത്തെ മീറ്റിങ്ങിൽ എങ്ങനെയാണോ ചെയ്തിട്ടുള്ള അത് അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളും മറ്റും എന്ത് ചെയ്യാം, ഡീൽ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി? അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള മീറ്റിങ്ങുകളെ കുറിച്ചാണ് ഇനി പഠിക്കുന്നത്. അതിൽ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഈസ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് എ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനിയിൽ ഫസ്റ്റ് നടത്തുന്ന മീറ്റിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഇറ്റ് ഹെൽഡ് വൺസ് ഇൻ ലൈഫ് ഓഫ് എ പബ്ലിക് കമ്പനി. എല്ലാ പബ്ലിക് കമ്പനിയും ഒരു തവണ എന്ത് ചെയ്യണം. സ്റ്റാറ്റ്യൂട്ടറി മീൻസ് ലീഗൽ എന്നാണ്. സോ ദിസ് മീറ്റിംഗ് ഈസ് ടോട്ടലി ബേസ്ഡ് ഓൺ ലോ. ഇതൊക്കെ ലോയെ ബേസ് ചെയ്ത്, നിയമം ബേസ് ചെയ്ത് നടത്തുക. മസ്റ്റ് ബി സർട്ടിഫൈഡ് ബൈ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സെങ്കിലും ഇതിലുണ്ടായിരിക്കണം. ദിസ് മീറ്റിംഗ് മസ്റ്റ് ബി ഹെൽഡ് ഓൺ നോട്ട് ലെസ് ദാൻ 1 month ബട്ട് ബിഫോർ 3 months ഓഫ് ഒബ്റ്റെയിനിങ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ബിസിനസ് തുടങ്ങാനുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് എന്നുണ്ടായ ഒരു സംഭവമുണ്ട്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ്. അത് കിട്ടിക്കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, നോട്ടീസ് ഓഫ് മീറ്റിംഗ് കൊടുക്കണം. ദ ഡയറക്ടേഴ്സ് വിൽ സെൻഡ് നോട്ടീസ് ഓഫ് ദി മീറ്റിംഗ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി അറ്റ്ലീസ്റ്റ് 21 days ബിഫോർ ഓഫ് ദി മീറ്റിംഗ്. 21 ദിവസം, മീറ്റിങ്ങിൻ്റെ 21 ദിവസം മുമ്പെങ്കിലും നോട്ടീസ് കൊടുക്കണം. ആൻഡ് ആൾസോ സെൻഡ് എ കോപ്പി ടു സ്റ്റാറ്റ്യൂട്ടറി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യണം, അത് സെൻഡ് ചെയ്യണം, അതിൻ്റെ ഒരു കോപ്പി എന്നുള്ളതാണ് പറയുന്നത്. ദ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ്, ഷെയർ അലോട്ടഡ് ആൻഡ് ദി എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദം, പർട്ടിക്കുലേഴ്സ് ഓഫ് ദി ഡയറക്ടേഴ്സ്, മാനേജേഴ്സ് ആൻഡ് സെക്രട്ടറി, അതേപോലെ തന്നെ പർട്ടിക്കുലേഴ്സ് ഓഫ് കോൺട്രാക്ട്സ് ദാറ്റ് ഹാവ് ടു ബി അപ്രൂവ്ഡ്. പിന്നെ അതേപോലെ ഡീറ്റെയിൽ ഓഫ് കമ്പനീസ് അഫയേഴ്സ് അലോങ് വിത്ത് ഫീസ് ആൻഡ് ബ്രോക്കറേജ് പെയ്ഡ്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഇതിൽ പറഞ്ഞിരിക്കണം. ദ മെമ്പേഴ്സ് പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ് ആർ അറ്റ് ലിബർട്ടി ടു ഡിസ്ക്ലോസ് എനി മാറ്റർ റിലേറ്റിംഗ് ടു ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ദ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിൽ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പറയാം.